JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2024 വന്ന PSCയുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. PSC പല പരീക്ഷയ്ക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ PSC പരീക്ഷയ്ക്ക് നിരന്തരമായിട്ട് ആവർത്തിച്ച ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏത് വർഷത്തിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണ്. PSC നിരന്തരമായിട്ട് ആവർത്തിക്കുന്ന ചോദ്യമാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1917. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രാമീണ ചെണ്ടക്കാരൻ വില്ലേജ് ഡ്രമ്മർ ആരുടെ ചിത്രമാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ വില്ലേജ് ഡ്രമ്മർ ആരുടെ ചിത്രമാണ്? ആരുടെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ അല്ലെങ്കിൽ വില്ലേജ് ഡ്രമ്മർ? ആരുടെ ചിത്രമാണ്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പരീക്ഷയ്ക്ക് PSC പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യമാണ് അല്ലെ. ഏതാണ് അതിന്റെ ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടുപിടിച്ചോ? ഏതാണ് ആൻസർ? നന്ദലാൽ ബോസ് ആണ് അല്ലെ. നന്ദലാൽ ബോസ് ആണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ആരുടെ ചിത്രമാണ്? നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ അല്ലെങ്കിൽ വില്ലേജ് ഡ്രമ്മർ. നന്ദലാൽ ബോസിന്റെ ചിത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ചൊക്കെ നിങ്ങൾ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടാവും, പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന് കാരണമായ നിയമം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? റൗലറ്റ് ആക്ട് ആണ് അല്ലെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏത്? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏത്? സാധാരണ PSC പരീക്ഷകളിലൊക്കെ തന്നെ ആവർത്തിച്ച് കാണുന്ന ചോദ്യമാണല്ലേ. ഏതാണ് ഇത്? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏത്? ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അറിയാവോ? കണ്ടുപിടിച്ചോ? ഏതാണ് ഉത്തരം? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഏതാണ്? 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഏതാണ് ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ആൻസർ? കണ്ടുപിടിച്ചോ? ഏതാണ്? നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരം. അടുത്ത ക്വസ്റ്റ്യൻ. ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന. ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന ഈ 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന ഏതാണെന്ന് ഒന്ന് ആലോചിച്ചോ? കണ്ടുപിടിച്ചോ? ഏതാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയാണ് അല്ലെ. ഇന്ത്യൻ നാഷണൽ ആർമിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന. അടുത്ത ക്വസ്റ്റ്യൻ. കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആര്? ആരാണ് ഈ കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ വളരെ എളുപ്പമാണ്. പക്ഷെ തെറ്റിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. പല PSC പരീക്ഷകൾക്ക് നിരന്തരമായിട്ട് കാണുന്ന ചോദ്യമാണ്. കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആരാണ്? ഇപ്പൊ പലരും ആൻസർ ചെയ്ത് കാണും അല്ലെ. ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ് അല്ലെ. കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മാർത്താണ്ഡവർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം. ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം എവിടെയാണ്? ഏത് സ്ഥലത്താണ് ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയത്? ഏത് സ്ഥലമാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? മലബാർ ആണ് അല്ലെ. ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? മലബാർ. അടുത്ത ക്വസ്റ്റ്യൻ. വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് പ്രസ്ഥാനവുമായിട്ടാണ് വൈകുണ്ഠസ്വാമികൾ ബന്ധപ്പെട്ടിരിക്കുന്നത്?
4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് സാധാരണയായിട്ട് PSC പരീക്ഷയ്ക്ക് എപ്പോഴും കാണുന്ന ചോദ്യമാണ്. വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? സമത്വ സമാജം പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആര്? വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ച നേതാവ് ആര്? വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ച നേതാവ് ആര്? PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഈ ചോദ്യമില്ലാത്ത PSC പരീക്ഷ വളരെ കുറവാണ്. അങ്ങനെയുള്ള ചോദ്യമാണിത്. ഒരു 90% PSC പരീക്ഷകളിലും ഇത് കാണാറുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ച നേതാവ് ആര്? ആരാണ്? മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ച നേതാവ്. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ഏത് സന്ധി പ്രകാരമാണ്? ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. രാജ്യസഭയുടെ അധ്യക്ഷൻ ആർക്കൊക്കെ അറിയാം? രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണെന്ന് പലരും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ് അല്ലെ. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതി. പ്രത്യേകം ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് ഏതാണ്? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരെന്താണ്? പാർലമെന്റ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരാണ് പാർലമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അറിയാവോ? തെറ്റിക്കരുത് കേട്ടോ, സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷം. 6 വർഷമാണ് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം. 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം എവിടെയാണ്? 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം പാരീസ്. 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലമാണ് പാരീസ്. അടുത്ത ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? സോജൻ ജോസഫ് ആണ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. അടുത്ത ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്ക് ശാലകൾ, സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ ഏവ? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്ക് ശാലകള്, സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടികയാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ശരിയായ ജോഡികൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ജോഡി ഏതാണ്? ദുർഗാപൂർ ബ്രിട്ടൻ, 2 ബൊക്കോറോ അമേരിക്ക, 3 റൂർക്കല ജപ്പാൻ, 4 ഭിലായ് സോവിയറ്റ് യൂണിയൻ. ഏതാണ് ഓപ്ഷൻ്റെ അകത്ത് ശരിയുത്തരം? ഏതാണ് ശരിയുത്തരം എന്ന് ആലോചിച്ച് നോക്കിയേ. 1ഉം 4ഉം ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആണ്. 1 ഏതാണ്? ദുർഗാപൂർ ബ്രിട്ടൻ. 4 ഏതാണ്? ഭിലായ് സോവിയറ്റ് യൂണിയൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങളേവ? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങളേവ? 1 അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങള്, 2 മെച്ചപ്പെട്ട ജലസേന സൗകര്യം, 3 കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം. ഏതാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ? ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ? ഏതാണ്? എല്ലാം ശരിയാണ് അല്ലെ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 3ാം പഞ്ചവത്സര പദ്ധതി. 3ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ.
സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി. സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമായിരുന്ന വ്യക്തി ആരായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഏതാണ്? KM പണിക്കർ. KM പണിക്കരാണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ? എവിടെയാണ്? തുമ്പ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് തുമ്പ. അടുത്ത 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ബ്രസീൽ. ബ്രസീലാണ് 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. ആർക്കെങ്കിലും അറിയാവോ? പത്രം വായിക്കുന്നവരാണ് കൃത്യമായിട്ട് ആൻസർ അറിയാം അല്ലെ? എത്രയാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ? 6. 6 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ. അതുകൊണ്ട് എല്ലാവരും ദിവസേന കുറഞ്ഞത് ഒരു 2 പത്രമെങ്കിലും വായിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്നു. അതിൽ ചേരാത്തത് കണ്ടെത്തുക. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്നു. അതിൽ ചേരാത്തത് കണ്ടെത്തുക. ഏതാണ് ചേരാത്തത്? ബ്രഹ്മപുത്ര, കാക്കര. ബ്രഹ്മപുത്ര, കാക്കരയാണ് ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും ആണ് താഴെ തന്നിരിക്കുന്നത്. അവ ഇതിൽ ചേരാത്തത് ഏതാണ്? ബ്രഹ്മപുത്ര, കാക്കര. അടുത്ത ക്വസ്റ്റ്യൻ. ഉത്തര മഹാസമതലത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏതു വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലീഭാഗർ മേഖലകള്? ഉത്തര മഹാസമതലത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏതു വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലീഭാഗർ മേഖലകള്? ഏതാണ്? രാജസ്ഥാൻ സമതലം. രാജസ്ഥാൻ സമതലം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്ന് താഴേക്ക് വടക്ക് തെക്ക് ശരിയായി ക്രമീകരിക്കുക. ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്ന് താഴേക്ക് വടക്ക് തെക്ക് ശരിയായി ക്രമീകരിക്കുക. അങ്ങനെ ക്രമീകരിച്ചാൽ എങ്ങനെയാണ് വരുന്നത്? കണ്ടല, മുംബൈ, മർമഗോവ, മംഗലാപുരം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഉപദ്വീപീയ നദിയുടെ സവിശേഷതകൾ താഴെ പറയുന്നു. നദി ഏതെന്ന് തിരിച്ചറിയുക. നമുക്ക് സവിശേഷതകൾ ആദ്യം നോക്കാം അല്ലെ? ഞാൻ റായ്പൂരിലെ സിംഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എൻ്റെ കുറുകെയാണ് ഹിരാക്കുട്ട് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. എൻ്റെ പോഷക നദികളാണ് ഇബ്, ടെല്ല്. ഒരു ഉപദ്വീപീയ നദിയുടെ സവിശേഷതകളാണ് താഴെ പറയുന്നത്. നദി ഏതെന്ന് തിരിച്ചറിയുക. ഈ സവിശേഷതയുള്ള നദി ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. ഓപ്ഷൻ്റെ അകത്ത് ഏതാണെന്ന്? മഹാനദിയാണ് അല്ലെ? മഹാനദിയാണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമല്ലാത്തത് ഏതാണ്? ഏതാണ്? കോറമണ്ഡല തീരസമതലം. കോറമണ്ഡല തീരസമതലം. അടുത്ത ക്വസ്റ്റ്യൻ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് കണ്ടെത്തുക. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിലെ തെറ്റായത് കണ്ടെത്തുക. ഏതാണ് തെറ്റായത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് തെറ്റായത്? നമുക്ക് നോക്കാം ഏതാണ് തെറ്റായതെന്ന്. നീരജ് ചോപ്ര വെങ്കല മെഡൽ ജാവലിൻ ത്രോ, അതാണ് തെറ്റായത്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ. ഈ സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പോളണ്ട്, ഉക്രൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് UPS. ഇത് എന്താണ്? ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് UPS അല്ലെ? ഇത് എന്താണ്? ആർക്കെങ്കിലും അറിയാവോ UPS എന്താണ് എന്ന്? എന്താണ്? പുതിയ പെൻഷൻ പദ്ധതിയാണ് UPS. പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ആനന്ദ് ഏകർഷി ഈ സമീപകാലത്ത്
വാർത്തയിൽ ഇടം നേടിയ വ്യക്തിയാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ശ്രദ്ധേയനായത്? ആനന്ദ് ഏകർഷി ഈ സമീപകാലത്ത് വാർത്തയിൽ ഇടം നേടിയ വ്യക്തിയാണ് അല്ലെ. എന്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ശ്രദ്ധേയനായത്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുമായി ബന്ധപ്പെട്ടാണ്? മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആനന്ദ് ഏകർഷിയാണ്. അങ്ങനെയാണ് അദ്ദേഹം വാർത്തയിൽ ഇടം നേടിയത്. മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം. അടുത്ത ക്വസ്റ്റ്യൻ. 2011 ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 2011 ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്? 1084. അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മണ്ണാർക്കാട് അല്ലെ. മണ്ണാർക്കാടാണ് തന്നിരിക്കുന്ന പ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല. ഏതാണ്? ഇടുക്കി ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷത എന്താണ്? വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ഈ ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷത എന്താണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഏതാണ് ശരി ഉത്തരം? കടൽ തീരമില്ലാത്ത ജില്ലകളാണ് വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് ചന്ദ്രഗിരി പുഴയുടെ സവിശേഷത? ആർക്കെങ്കിലും അറിയാവോ? എന്താണ് ചന്ദ്രഗിരി പുഴയുടെ സവിശേഷത? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണ് ചന്ദ്രഗിരി പുഴ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ഇതിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. കേരളത്തിലെ കായലുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ജില്ലകളുമാണ് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ളത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണല്ലേ. വെള്ളായണി തടാകം തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 4 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന, ഇത് കാനഡ സർക്കാരിന്റെ സഹായത്താൽ നിർമ്മിച്ചതാണ്. 2, കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിന്റെ ഭാഗമാണ്. 3, ഇത് രാജ്യത്തിന് സമർപ്പിച്ച 1975-ലാണ്. 4, വൈദ്യുതി ഉണ്ടാക്കിയതിന് ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു. ഇതില് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഒന്നാമത്തേതും രണ്ടാമത്തേതും നാലാമത്തേതുമാണ് ശരി. ശരി. അടുത്ത ക്വസ്റ്റ്യൻ. സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക. ഈ 4 സൂചനകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ. അതിൻ്റെ അകത്ത് ആ സൂചന അനുസരിച്ച് വന്യമൃഗ സംരക്ഷണം ഏതാണെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സൂചന, പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. 2, വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടം പ്രശസ്തമാണ്. 3, 1984 ഇത് ആരംഭിച്ചു. 4, പ്രദേശത്തിന്റെ ഭൂരിഭാഗവും പുൽമേടുകളിൽ മൂടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഏത് വന്യമൃഗ സംരക്ഷണമാണ് കേന്ദ്രമാണ് എന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുറവും മുനിസിപ്പാലിറ്റികളുള്ള ജില്ലകളുടെ ജോഡി കണ്ടെത്തുക. ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികളുള്ള ജില്ലകളുടെ ജോഡി ഏതാണ്? ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷന്റെ അന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എറണാകുളം, ഇടുക്കിയാണ് ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികളുള്ള ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. 2, മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ
പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. 3 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. 4 ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ് സിംഗ്, കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് മറ്റ് സഞ്ചാരികൾ. ഇതിൽ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? എല്ലാം ഗഗൻയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആരാണ്? മിന്നുമണി. മിന്നുമണിയാണ് കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം. അടുത്ത കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസർ എന്തു പേരിൽ അറിയപ്പെടുന്നു? കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസർ എന്തു പേരിൽ അറിയപ്പെടുന്നു? ആർക്കെങ്കിലും അറിയാവോ എന്തു പേരിലാണ് അറിയപ്പെടുന്നതെന്ന്? കൈരളി എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? കോഴിക്കോടാണ് അല്ലെ? കോഴിക്കോടാണ് യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം. അടുത്ത ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡെക്വർത്ത് ലൂയിസ് മഴ നിയമം? ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡെക്വർത്ത് ലൂയിസ് മഴ നിയമം? ഏതാണ്? എല്ലാവർക്കും അറിയാം, ക്രിക്കറ്റ് ആണ് അല്ലെ? ക്രിക്കറ്റ് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡെക്വർത്ത് ലൂയിസ് മഴ നിയമം. അടുത്ത ക്വസ്റ്റ്യൻ. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? വിദ്യാവാഹിനി ആപ്പ്. വിദ്യാവാഹിനി ആപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയത്തെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 4 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത്. അത് തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയത്തെ സംബന്ധിച്ചാണ് ഈ തന്നിരിക്കുന്ന പ്രസ്താവനകൾ. ശരിയായിട്ടുള്ളത് ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കാം. ഒന്നാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണിത്. 2 അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ രണ്ടാമത്തെ മണ്ണ് മ്യൂസിയം. 3 കേരള ഗവൺമെന്റ് സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. 4 2014 ജനുവരി 1 ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ അകത്ത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഒന്നാമത്തെയും മൂന്നാമത്തേതും നാലാമത്തേതുമാണ് ശരിയായ പ്രസ്താവന. 1, 3, 4 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.